ഹലോ സ്റ്റുഡൻസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റസിയ സെവൻലി മാത്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ 2020 CBSE മാത്സ് ആനുവൽ എക്സാമിന് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ട്രിഗണോമെട്രി അതേപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം cos 80 ഡിവൈഡഡ് ബൈ sin 10 പ്ലസ് cos 59 ഇൻറ്റു cosec 31. ഇതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കോംപ്ലിമെന്ററി ആംഗിൾ കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ രണ്ട് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇവിടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ രണ്ട് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇവിടെ രണ്ട് എന്താണ് ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ എന്താണ് എടുത്തിരിക്കുന്നത്? ഡിവിഷൻ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാർട്ടിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ രണ്ട് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ cos 80 അതവിടെ നിൽക്കട്ടെ. കോസിന്റെ ഈ ആംഗിൾ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കോസിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ ആരാണ്? സൈൻ തന്നെയാണ്. സോ അതിൽ ഇനി നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്താനില്ല, ആംഗിളിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. ഓക്കെ, അത് പിന്നെ ഇനി ഇവിടെ നോക്കുക. cos 59 cosec 31 ഡിഗ്രി. കോസിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ ആണോ? കൊസീക് അല്ല. ഓക്കെ, കൊസീക്കിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ ആണോ? കോസ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം ഈ കോംപ്ലിമെന്ററി ആംഗിൾസിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? നമുക്ക് ആംഗിൾസിനെ, അതായത് ഈ കോംപ്ലിമെന്ററി ഇതിന്റെ അകത്തുള്ള ഈ ആംഗിൾസിനെ എന്ത് ചെയ്യാം? നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. ഇതിന് ഞാൻ ഇതേപോലെ തന്നെ എഴുതിയാണ്. എന്താണ്? cos 80 ഡിഗ്രി ഡിവൈഡഡ് ബൈ sin 10 ഡിഗ്രി പ്ലസ് cos 59 ഡിഗ്രി. ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് കൊസീക് എന്ന് പറയുന്നത് എന്തിന്റെ റെസിപ്രോക്കൽ ആണ്? സൈനിന്റെ റെസിപ്രോക്കൽ ആണ്. ആണല്ലോ, സൈൻ എന്ന് പറയുന്നത് കോസിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ cosec 31 കൺവേർട്ട് ചെയ്യുന്നു 1 ബൈ sin 31. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇനി ഇതിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതെങ്ങനെ അപ്ലൈ ചെയ്യും? ഇഷ്ടമുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുക. ഒന്നെങ്കിൽ ഈ sin 80ക്ക് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഈ 10ന് പകരം എന്ത് ചെയ്യുക? നമുക്ക് 90 മൈനസ് തീറ്റ എന്ന് വരത്തക്ക രീതിയിൽ മാറ്റി കൊടുക്കുക. ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ 10 ഡിഗ്രിയെ ഞാൻ എഴുതാൻ പോകുന്നു 90 മൈനസ് 80. 90 മൈനസ് 80 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 തന്നെയാണ്. സോ ഇതിൽ വേറെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എഴുതുകയാണ് cos 80 ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈൻ അതേപോലെ കൊടുക്കുക ഇൻറ്റു സൈൻ നമ്മൾ എന്താണ് ഈ 10 ഡിഗ്രിക്ക് പകരം എന്ത് ചെയ്യുന്നു? 90 മൈനസ് 80 ഡിഗ്രി എന്നുള്ള രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ട് cos 59 ഇൻറ്റു 1 ബൈ സൈൻ 31. ഇഷ്ടമുള്ളിടത്ത് മാറ്റി കൊടുക്കാം. ഒന്നെങ്കിൽ ഇതിനെ 90 മൈനസ് 31 എന്നും അല്ലെങ്കിൽ ഇതിനെ എന്തെന്ന് കൊടുക്കുക? 90 മൈനസ് 59 എന്നും കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ cos 59 ഇൻറ്റു 1 ബൈ സൈൻ അതേപോലെ 90 മൈനസ് 59 ഡിഗ്രി എന്നുള്ള രീതിയിലാണ് മാറ്റി കൊടുക്കുന്നത്. 90ൽ നിന്നും 59 പോകുമ്പോൾ ബാക്കി എത്രയാണ്? 31 ഡിഗ്രി തന്നെയാണ്. സോ ഈ വാല്യൂവിന് എന്ത് സംഭവിക്കുന്നില്ല? മാറ്റം സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇനിയാണ് നമ്മുടെ കോംപ്ലിമെന്ററി ആംഗിൾ കോൺസെപ്റ്റ് എന്താണ്? നമുക്കറിയാം സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈസ് കോസ് തീറ്റ. ഓക്കെ, അപ്പോഴത്തെ മുകളിൽ നമുക്ക് ആര് തന്നെയാണ്? cos 80 ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈൻ 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആണെങ്കിൽ സൈൻ 90 മൈനസ് 80 ഡിഗ്രി ഈസ് ഈക്വൽ ടു കോസ് 80 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുന്നു? cos 80 ഡിഗ്രി പ്ലസ് നെക്സ്റ്റ് cos 59 ഡിഗ്രി. അത് അതേപോലെ കൊടുക്കുകയാണ്. cos 59 ഡിഗ്രി ദ ഹോൾ ഡിവൈഡഡ് ബൈ sin 90 minus theta is equal to cos theta. അപ്പോൾ sin 90 minus 59 is equal to what? cos 59 degree. Okay, അപ്പോൾ cos 59 degree ആണ് കൊടുക്കുന്നത്, which is equal to ഈ രണ്ട് പാർട്ടിനെ ഒന്ന് കൺസിഡർ ചെയ്തേ. cos 80 divided by cos 80 which is equal to 1 plus ഈ പ്ലസ് നമ്മൾ അതേപോലെ കൊടുക്കുക. cos 59 degree divided by cos 59 degree is equal to what? Is also 1 itself. So 1 plus 1 is equal to 2 is the answer of this question. Okay.
So students, we are moving to the second question. ഇതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നോക്കാം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അനുസരിച്ച് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഈസ് ഈക്വൽ ടു വാട്ട്? സീക് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇതിന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് അത് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത്? അതാ നോക്കാം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം ആരെ കൊടുക്കാം? സീക് സ്ക്വയർ തീറ്റയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എന്തെന്ന് എഴുതാൻ പറ്റും? സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരു മാറ്റവും വരുന്നില്ല, അത് അതേപോലെ കൊടുക്കുകയാണ്. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റ അതേപോലെ കൊടുത്തു. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഫ്രാക്ഷൻ ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനെ 1 ബൈ സീക് സ്ക്വയർ തീറ്റ എന്നാണ് ആണല്ലോ. അപ്പൊ ഞാൻ 1 ബൈ സീക് സ്ക്വയർ തീറ്റയെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 ബൈ സീക് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റൂലേ? പറ്റും. കാരണം എന്താണ്? 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സീക് സ്ക്വയർ, സീക് തീറ്റയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ തീറ്റ ആണ്. ഓക്കെ, which is equal to, we know that sec theta is a reciprocal of what? Cos theta ആണല്ലോ. അപ്പൊ ഈ 1 by sec theta ക്ക് പകരം എനിക്ക് ആരെ കൊടുക്കാൻ പറ്റും? cos theta കൊടുക്കാൻ പറ്റും. അപ്പോൾ ദാ ഇവിടുത്തെ സ്ക്വയർ കൂടെ കൊടുക്കുമ്പോൾ what? നമുക്ക് cos square theta എന്നാണ് വരുന്നത്. അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ, 1 ഡിവൈഡഡ് ബൈ sec square theta ക്ക് പകരം എനിക്ക് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? is equal to cos square theta എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. and this is another trigonometric identity, that is sin square theta plus cos square theta is equal to what? 1. Okay. So students, we are moving to the third question. ഇതും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കുക, വളരെ സിമ്പിൾ ആണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിനെ ഒരു പാർട്ടായിട്ടും ഈ രണ്ടിനെ എന്താണ് ഒരു പാർട്ടായിട്ടും കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ്, ഇത് കിടക്കുന്ന ഫോം എങ്ങനെയാണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ ഇത് നോക്കിക്കേ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്. ദാറ്റ് ഈസ്, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതുന്നു സീക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. സോ നമുക്ക് ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? സീക് സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നു. ആൾജിബ്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ നമുക്ക് എന്തെന്ന് കിട്ടും? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. നിങ്ങൾ ഇതിനെ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ വെറുതെ അതിന് ആവശ്യമില്ലാത്ത രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട. നമുക്ക് ഈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അനുസരിച്ച് നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്തെന്ന് കൊടുക്കാൻ പറ്റും? വിച്ച് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും ആണല്ലോ. അപ്പൊ ഈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം എന്താണ് അപ്ലൈ ചെയ്യുന്നത്? കോസ് സ്ക്വയർ തീറ്റ. സോ ഇവിടെ നോക്കുക, സീക് സ്ക്വയർ തീറ്റ അതേപോലെ സീക് സ്ക്വയർ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം ആരാണ്? കോസ് സ്ക്വയർ തീറ്റ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. കാരണം ഒന്ന് മറ്റൊന്നിന്റെ റെസിപ്രോക്കൽ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനെ മാറ്റി എന്തെന്ന് കൊടുക്കുക? ഇൻ ടേംസ് ഓഫ് മറ്റേ ട്രിഗണോമെട്രിക് റേഷ്യോ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഞാൻ മാറ്റുന്നത് ആരെയാണ്? സീക് സ്ക്വയർ തീറ്റയെ മാറ്റിയാണ്. അപ്പൊ സീക് എന്ന് പറയുന്നത് കോസിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ cos square theta എന്ന് എഴുതാൻ പറ്റും into cos square theta. So cos square theta when divided by cos square theta we get 1 as the answer. Okay. So we are moving to the fourth question. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ്, പക്ഷെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? The ratio of the length of a vertical rod, okay, vertical rod and the length of its shadow is 1:√3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ സപ്പോസ് ആ ഒരു വെർട്ടിക്കൽ റോഡിന്റെ ഒരു എന്താണ് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുക്കുകയാണ്. ലെറ്റ് എ ബി, ഓക്കെ, എ ബി എന്ന് പറയുന്നതാണ് ആ ഒരു വെർട്ടിക്കൽ റോഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ നമ്മളിത് പറയുന്നു അതിന്റെ ഷാഡോ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഇങ്ങോട്ടേക്ക് അതിന്റെ ഷാഡോ സി എന്ന് പറയുന്ന പോയിന്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്
വരുന്നതായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ് 90 ഡിഗ്രി ആംഗിൾ ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ഇലവേഷൻ ഓഫ് ദി സൺ അറ്റ് ദാറ്റ് മൊമെന്റ്. ആ ഒരു സമയത്തെ സണ്ണിന്റെ ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് പറയുമ്പോൾ ഏത് ആംഗിൾ ആണ്? ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ ആണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ ആംഗിളിലേക്ക് പോകണമായിരുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക, നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് സൈഡുകളുടെ റേഷ്യോ എന്ന് പറയാം. നമുക്ക് ഈ ഒരു ഡയഗ്രത്തിനെ കൺസിഡർ ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? വെർട്ടിക്കൽ റോഡിന്റെ ലെങ്തും അതേപോലെ ഷാഡോയുടെ ലെങ്തും തമ്മിലുള്ള റേഷ്യോ ആണ്. വെർട്ടിക്കൽ റോഡിന്റെ ലെങ്ത് AB ആണല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ AB ഡിവൈഡഡ് ബൈ ഷാഡോയുടെ ലെങ്ത് എന്താണ്? BC ആണ്. സോ ഡിവൈഡഡ് ബൈ BC ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? 1 ഡിവൈഡഡ് ബൈ √3 എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു ക്ലൂ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ആംഗിൾ ആണ്, തീറ്റ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ആണല്ലോ. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ സംബന്ധിച്ച് ഈ സൈഡുകൾ ആരാണ് എന്ന് നോക്കാൻ പോവുകയാണ്. അപ്പൊ നോക്കിയേ, തീറ്റ എന്ന് പറയുന്ന ആംഗിളിന് എതിർവശത്തുള്ളതാണ് AB എന്ന് പറയുന്ന സൈഡ്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓക്കെ, ആ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം BC എന്ന് പറയുന്ന സൈഡ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണോ? അല്ല. പിന്നെ ആരാണത്? അഡ്ജസന്റ് സൈഡ് ആണല്ലോ, അഡ്ജസന്റ് സൈഡ്. ഓക്കെ, അപ്പോ നോക്കിക്കേ, നമുക്ക് തന്നിട്ടുള്ളത് ഏത് രീതിയിലാണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെ റേഷ്യോ എടുക്കുന്നത് നമ്മൾ ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിച്ചിട്ടാണ്? tan. ഓക്കെ, അപ്പൊ ഞാനിവിടെ കൊടുക്കുകയാണ് എന്താണ്? എനിക്കിത് ഈ തീറ്റയെ സംബന്ധിച്ചെന്ന് പറയാം, tan of this theta is equal to what? Opposite side divided by adjacent side, that is ഇവിടെ നമുക്ക് എന്തെന്ന് കൊടുക്കാൻ പറ്റും? AB divided by BC which is equal to 1 by √3 എന്നാണ് നമുക്ക് കിട്ടുന്നത് ആണല്ലോ. അപ്പൊ നമുക്കറിയാം tan theta is equal to 1 by √3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടേബിൾ അനുസരിച്ച് തീറ്റയുടെ ഏത് വാല്യൂ, ഓക്കെ, tan തീറ്റയുടെ ഏത് വാല്യൂ ആണ് 1 by √3 വരുന്നത്? തീറ്റയ്ക്ക് ഏത് വാല്യൂ വരുമ്പോഴാണ്? അപ്പൊ നമുക്കറിയാം തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? 30 ഡിഗ്രി. ഓക്കെ, tan 30 ആണ് 1 by √3 എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിൾ. ഓക്കെ, സോ സ്റ്റുഡൻസ്, വി ആർ മൂവിംഗ് ടു ദി 5th ക്വസ്റ്റ്യൻ. ഇത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വേർഡ് പ്രോബ്ലം ആണ്. നമുക്ക് ഡയഗ്രാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഡയഗ്രാം അനുസരിച്ച് ക്വസ്റ്റ്യൻ വായിക്കാം. Okay, the rod AC of a TV disc antenna is fixed at right angle to the wall AB. Okay, ഇവിടെ നമുക്ക് AB എന്ന് പറയുന്ന ഒരു വാൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു TV ഡിസ്ക് ആന്റിനയുടെ ആ ഒരു റോഡ് അതാരാണ്? AC എന്നാണ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്? അറ്റ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, അതായത് ഇവർ തമ്മിലുള്ള ഈ രണ്ട് റോഡുകൾ തമ്മിലുള്ള ഈ വാളും ഈ ഒരു റോഡും, ഓക്കെ, TV ഡിസ്ക് റോഡ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, പിന്നെ നമ്മൾക്ക് പറയുന്നു ആൻഡ് എ റോഡ് CD ഈസ് സപ്പോർട്ടിംഗ് ദ ഡിസ്ക്. ഓക്കെ, ആ ഒരു ഡിസ്കിനെ സപ്പോർട്ട് ചെയ്യാൻ CD എന്ന് പറയുന്ന ഒരു റോഡും ഉണ്ട്, ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഒരു ഫിഗറിൽ തന്നിട്ടുള്ളത് പോലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതാണ് AC എന്ന് പറയുന്നത്. പിന്നെ DC, ഇപ്പൊ പറഞ്ഞ CD എന്ന് പറഞ്ഞ സപ്പോർട്ടിംഗ് റോഡ് ആരാണ്? ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നു ACയുടെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്ററും അതേപോലെ CDയുടെ ലെങ്ത് 3 മീറ്ററും ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan തീറ്റ. തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോറി, തീറ്റ നമുക്ക് തന്നിട്ടുണ്ട് ഏത് ആംഗിൾ ആണെന്നുള്ളത്. Find the value of tan theta and find the value of sec theta plus cosec theta. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ കാണുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരെല്ലാം കളയും. ഇവിടുത്തെ ACD എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മാത്രം എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും ആണല്ലോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ 2 സൈഡുകൾ തന്നിട്ടുണ്ട് ആണല്ലോ. അങ്ങനാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ, എനിക്ക് tan തീറ്റ എടുക്കാം, sec തീറ്റ എടുക്കാം, cosec തീറ്റ എടുക്കാം. എങ്ങനെ? അവിടെ സൈഡ്സിന്റെ റേഷ്യോ അനുസരിച്ച് എടുക്കാം. ഈ ഒരു ഐഡിയ ആയിരിക്കും നമുക്ക് ആദ്യം പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ ആദ്യം ചെയ്തു നോക്കാം. എന്നിട്ട് വേറെ എന്തെങ്കിലും മെത്തേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, എനിക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? AC ഈസ് ഈക്വൽ ടു വാട്ട്? 1.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ CD എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 3 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 90 ഡിഗ്രി ആംഗിൾ എവിടെയാണ് വന്നിരിക്കുന്നത്? A എന്ന് പറയുന്ന പോയിന്റ്. ഈ ഒരു പോയിന്റിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡായ CD എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ്സ് ഹൈപ്പോട്ടിന്യൂസ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സൈഡിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു
subtract. Okay, we have to subtract hypotenuse square minus base or altitude square. എന്നിട്ട് അതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പൊ അതാ നോക്കുക, ഞാൻ AD എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? AD is equal to root of hypotenuse ആരാണ്? CD ആണ്. ഓക്കെ, CD square minus AC square എന്നാണ് നമുക്ക് വരുന്നത് ആണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, CD square, CD എന്ന് പറഞ്ഞാൽ ആരാണ്? 3 മീറ്റർ ആണ്. 3 square which is equal to 9 minus AC, AC യുടെ സ്ക്വയർ 1.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.25 ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ നോക്കാം, 9 minus 2.25 is equal to what? 6.75 is equal to 2.598 സംതിങ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ? ഇവിടുത്തെ ഈ റേഷ്യോസ് കണ്ടുപിടിക്കാൻ പാടായിരിക്കും ആണല്ലോ. അപ്പോഴത്തേക്കും ഞാനിപ്പോ പറഞ്ഞ ആദ്യത്തെ മെത്തേഡ്, ദാറ്റ് ഈസ് ഹൈപ്പോട്ടിന്യൂസ് പൈതഗോറസ് തിയറം അനുസരിച്ച് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിച്ചതിന് ശേഷം സൈഡുകളുടെ റേഷ്യോ എടുത്ത് ഈ ഒരു ആംഗിളിനെ കണ്ടുപിടിക്കുന്നതും അതിനുശേഷം ട്രിഗണോമെട്രിക് വാല്യൂസ് അതിന് അപ്ലൈ ചെയ്യുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? സൈഡുകളെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തില്ല? ഓപ്ഷൻ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സ്ട്രെയിറ്റ് ആയിട്ട് ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ടാൻ തീറ്റ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ടാൻ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ കയ്യിലുണ്ട്, അഡ്ജസന്റ് സൈഡ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് നമ്മൾ നേരത്തെ പോയത്, നമുക്ക് കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് വെച്ചിട്ട് ഏത് എടുക്കാൻ പറ്റും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കേ, തീറ്റയെ സംബന്ധിച്ച് നമുക്ക് തന്നിട്ടുള്ള AC എന്ന് പറയുന്ന സൈഡ് ആരാണ്? ഇസ് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ആണ്. അതേപോലെ തീറ്റയെ സംബന്ധിച്ച് തന്നിട്ടുള്ള CD എന്ന് പറയുന്ന സൈഡ് ആരാണ്? ഇസ് ഹൈപ്പോടെന്യൂസ് ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോടെന്യൂസും വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ആയിട്ട് വരുന്ന ബേസിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആരാണ്? സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? AC ഡിവൈഡഡ് ബൈ CD. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ 1.5നെ ഞാൻ മാറ്റി എഴുതുകയാണ്. 1.5 എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് 3/2 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഡിവൈഡഡ് ബൈ 3 എന്നുള്ള രീതിയിൽ കിട്ടും. നമുക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഉത്തരം എത്രയാണ് കിട്ടുന്നത്? 1/2 ആണ് കിട്ടുന്നത്. അപ്പൊ സൈന്റെ ഏത് വാല്യൂ ആണ് 1/2 നമുക്ക് കിട്ടുന്നത്? സൈന്റെ 30 ഡിഗ്രി ആംഗിൾ, ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അതായത് നമ്മുടെ ആദ്യം നമ്മൾ പോയ വഴി നമുക്ക് എന്താണ്? കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ആ വഴി വിട്ടു. പിന്നെ എന്താണ് ചെയ്യുന്നത്? തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിനെ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഇപ്പൊ പോയത്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴി ഇല്ല. അതിനു വേണ്ടിയിട്ട് തന്നിട്ടുള്ള ക്ലൂ അനുസരിച്ച് നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കുന്നു? തീറ്റ കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് ഈ തീറ്റയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവരുടെ വാല്യൂസ് കിട്ടും ആണല്ലോ. ഇവിടെ നോക്കാം, നമുക്ക് tan തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നു. ദാറ്റ് ഈസ് tan 30 ആണ് നമുക്ക് വേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? 1/√3. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് sec തീറ്റ പ്ലസ് cosec തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ, അപ്പൊ ദാ sec തീറ്റ പ്ലസ് cosec തീറ്റ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ? ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. സോ sec 30 പ്ലസ് cosec 30. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു sec 30യുടെ വാല്യൂ എത്രയാണ്? 2/√3. ഓക്കെ, 2/√3 പ്ലസ് cosec 30യുടെ വാല്യൂ എത്രയാണ്? 2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഈ 2നെ കോമൺ എടുത്തിട്ട് 1/√3 + 1 എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇങ്ങനെ എഴുതിയാലും മതിയാകും. 2/√3 + 2 എന്ന് കൊടുത്താലും മതിയാകും. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, so students, we are moving to the 6th question. Question ശ്രദ്ധിക്കുക, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. If sin theta plus cos theta is equal to √3, prove that tan theta plus cot theta is equal to 1. ഓക്കെ, ഇതൊരു ട്രിഗണോമെട്രിക് ഇക്വേഷനും ഇത് മറ്റൊരു ട്രിഗണോമെട്രിക് ഇക്വേഷനും ആണ്. നമുക്ക് തന്നിരിക്കുന്നു sin theta plus cos theta എന്ന് പറയുന്നത് √3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം ഞാൻ ഇതിനെ മാത്രം കൺസിഡർ ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന ഇതാണ്. ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു കൺവേർഷൻ നടത്തി ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും എന്നതാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കുക, സൈൻ തീറ്റ പ്ലസ്
cos theta is equal to √3 എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ നോക്കുമ്പോൾ ഇതിനെ എനിക്കിനി പ്രത്യേകിച്ച് ചെയ്യാൻ ഒന്നുമില്ല, അതായത് ഇതിന്റെ അതിന് പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂഷനോ അങ്ങനെ ഒന്നും നടത്താനില്ല. അപ്പൊ ഞാൻ സെപ്പറേറ്റ് എന്താണ് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് കൊടുക്കുന്നത്, അതായത് ഐ എം ഗോയിങ് ടു സ്ക്വയർ ബോത്ത് ഓഫ് ദി സൈഡ്സ്. ഓക്കെ, രണ്ട് സൈഡ്സിനെ എന്ത് ചെയ്യാൻ പോകുന്നു, സ്ക്വയർ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇതാ നോക്കിക്കേ, സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും ഇതാ നോക്കാം, ഇങ്ങനെയാണ് വരുന്നത് ആണല്ലോ. ദാറ്റ് ഇസ് sin theta plus cos theta the whole square is equal to √3 the whole square എന്ന് നമ്മൾ കൊടുത്താൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. a plus b the whole square is equal to what, a square. ഓക്കെ, അപ്പൊ നമുക്ക് sin square theta plus b square that is cos square theta plus 2ab. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം, 2 sin theta cos theta. ഓക്കെ, 2 sin theta cos theta is equal to എത്രയാണ് നമുക്ക് വരുന്നത്, √3 യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 itself. ഓക്കെ, അപ്പോ ഇനി ഇവിടെ നോക്കിക്കേ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ റിസൾട്ട് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ 1 പ്ലസ് 2 സൈൻ തീറ്റ പിന്നെ എന്താ എഴുതാം, കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്, 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 1നെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും, +1 ഈ സൈഡിൽ വരുമ്പോൾ -1 ആയിട്ട് മാറും. ദാറ്റ് ഇസ് വി ഗെറ്റ് 2 സൈൻ തീറ്റ. Okay, 2 sin theta cos theta is equal to 3 minus 1 which is equal to what, 2. Okay, next നമുക്ക് എന്താണ്, ഇവിടെ ഉള്ള ഈ 2നെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് sin theta into cos theta is equal to 1 എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് sin theta plus cos theta is equal to √3 എന്ന് പറയുന്ന റിസൾട്ടിനെ, അങ്ങനെ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷനെ നമ്മളിപ്പോ ഏത് രീതിയിലേക്ക് മാറ്റി, sin theta into cos theta is equal to 1. പക്ഷെ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, tan theta plus cot theta is equal to 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് ഇനി അപ്പുറത്തോട്ടൊന്നും ചെയ്യാനായിട്ട് നമുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് അവിടെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇയാളെ കൺസിഡർ ചെയ്ത് നോക്കാം. ഇയാളെ കൺസിഡർ ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് വല്ലതും കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പാടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ എഴുതുമ്പോൾ ഇതാ നോക്കാം, എങ്ങനെ എഴുതാം, tan theta plus cot theta. ഓക്കെ, ഈ ഒരു റിസൾട്ട് നമുക്ക് തെളിയിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ tan theta plus cot theta ആണ്. tan theta എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, is equal to what, sin theta divided by cos theta. ഓക്കെ, sin theta divided by cos theta plus cot theta എങ്ങനെ എഴുതാൻ പറ്റും, cos theta divided by sin theta എന്നാണ് എഴുതാൻ പറ്റുന്നത്. സോ cos theta divided by sin theta എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, which implies sin theta divided by cos theta plus cos theta divided by sin theta. ഈ രണ്ട് ഫ്രാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് ഇങ്ങനെ sin theta into sin theta which is equal to what, sin square theta plus ഇനി cos theta into cos theta is equal to what, cos square theta. Okay, cos square theta ഡിവിഷൻ അതേപോലെ കൊടുക്കുക. ഇനി ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, വാട്ട്, cos theta into sin theta is equal to cos theta sin theta. ഓക്കെ, എന്നുള്ള രീതിയിൽ കിട്ടും, which implies, ഒന്ന് ആലോചിച്ചോക്കെ, sin square theta plus cos square theta എന്ന് പറയുന്ന ആരാണ്, ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്, which is equal to what, 1. ഓക്കെ, so 1 divided by cos theta into sin theta എന്നാണ് നമുക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിനെ മാറ്റങ്ങൾ വരുത്താൻ ഒന്നുമില്ല എന്ന് നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് ആദ്യം നമുക്ക് തന്നിട്ടുള്ള റിസൾട്ട് ആയ sin theta plus cos theta is equal to √3 ൽ നിന്നും നമ്മൾ ഇവിടെ ഒരു കൺവേർഷൻ വരുത്തിയിരുന്നു. എന്താണ്, sin theta into cos theta is equal to 1 എന്ന് പറയുന്ന കൺവേർഷൻ. ഇവിടെ നോക്കിക്കേ, ഈ തന്നിട്ടുള്ള ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്, cos theta into sin theta. അത് തന്നെയാണ് sin theta into cos theta. അതിന്റെ വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് കിട്ടിയത്, 1 എന്നാണ് കിട്ടിയത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ 1 divided by 1 which is equal to what, 1. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന ആ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തി. ദാറ്റ് ഇസ് sin theta plus cos theta is equal to √3 ആണ് എന്നുണ്ടെങ്കിൽ tan theta plus cot theta is equal to 1 ആയിരിക്കും. കാരണം ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, കൺവേർഷൻ നടത്തി ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തി. ഇനി ഇതിൽ നിന്ന് അങ്ങോട്ടൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു റിസൾട്ടിലേക്ക് നേരെ പോവുകയാണ്. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യേണ്ട സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഈക്വൽ ടു 1 എന്ന് കൊടുക്കില്ല. നമ്മൾ ഇതാ ഈ ഒരു LHS മാത്രമേ കൺസിഡർ ചെയ്ത് അത് ചെയ്ത് പോയപ്പോൾ നമുക്ക് LHS is equal to RHS എന്ന് കിട്ടി using this trigonometric equation. Okay. So students, we are moving to the 7th question. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വേർഡ് പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്, എ വെർട്ടിക്കൽ ടവർ സ്റ്റാൻഡ്സ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഈസ് സർമൗണ്ടഡ് ബൈ എ വെർട്ടിക്കൽ ഫ്ലാഗ് സ്റ്റാക്ക് ഓഫ് ഹൈറ്റ് 6 meter.
ഓക്കെ, നമ്മുടെ എന്തുണ്ട്, ഒരു വെർട്ടിക്കൽ ടവർ ഉണ്ട്. ഇപ്പൊ ഇവിടെ സപ്പോസ് ഞാനിവിടെ CB അല്ലെങ്കിൽ BC എന്ന് പറയുന്നതാണ് ഈ വെർട്ടിക്കൽ ടവർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ വെർട്ടിക്കൽ ടവറിന്റെ മുകളിലായിട്ട് എന്തുണ്ട്, ഒരു ഫ്ലാഗ് സ്റ്റാഫ് ഉണ്ട്. അതിന്റെ ലെങ്ത് എത്രയാണ് പറയുന്നത്, 6 മീറ്റർ ആണ് പറയുന്നത്. ഓക്കെ, 6 മീറ്റർ ആണ് പറയുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് അറ്റ് എ പോയിന്റ് ഓൺ ദ പ്ലെയിൻ ദ ആംഗിൾ ഓഫ് ഇലവേഷൻ ഓഫ് ദി ബോട്ടം ആൻഡ് ടോപ്പ് ഓഫ് ദ ഫ്ലാഗ് സ്റ്റാഫ് ആർ 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി. ഇതാ ഇവിടെ ഈ ഫിഗർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പ്ലെയിനിലെ ഒരു പോയിന്റിൽ നിന്നും എന്താണ് ഈ ഒരു ടവറിന്റെ ടോപ്പിലേക്കും അതേപോലെ ഈ ഫ്ലാഗ് സ്റ്റാഫിന്റെ ടോപ്പിലേക്കുമുള്ള ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് പറയുന്നത് 30 ആൻഡ് 45 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത്, നമ്മളിത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അതായത് ഈ CBയുടെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് H എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിക്കേ, ഈ CD എന്ന് പറയുന്ന സൈഡ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് കിട്ടുന്നത്. ആരൊക്കെയാണ്, ട്രയാങ്കിൾ BCD അതേപോലെ ACD. ഓക്കെ, ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള സൈഡ് ആണ് ആരെന്ന് പറയുന്നത്, CD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ CD എന്ന് എടുത്ത് എഴുതുന്നതിന് പകരം ഞാൻ അതിനെ അതിന്റെ ലെങ്ത് ഇപ്പം X മീറ്റർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഹൈറ്റും H എന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം ഞാൻ ഈ ഒരു ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പേരെന്താണ്, BCD. ഓക്കെ, അപ്പൊ ഇതാ നോക്കുക, ഇൻ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ BCD. ഓക്കെ, BCDയെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്, ഈ ഒരു സൈഡാണ് ആണല്ലോ. അതേപോലെ നമുക്ക് ഈ ഒരു സൈഡ്, 2 ട്രയാങ്കിളും കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്. അപ്പൊ ഈ 30 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച്, ഓക്കെ, ഈ ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ അകത്ത് വരുന്ന ആംഗിൾ ഓഫ് ഇലവേഷൻ ആരാണ്, 30 ഡിഗ്രി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ തീറ്റ. ഓക്കെ, അപ്പോ ഈ 30 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് ഈ ഒരു H എന്ന് പറയുന്ന അളവ് വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡും, X മീറ്റർ അളവ് വരുന്നത് അതിന്റെ അഡ്ജസന്റ് സൈഡുമാണ്. സോ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡിന്റെയും റേഷ്യോ എടുക്കത്തക്ക രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആരാണ്, ഈ tan. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് എങ്ങനെയാണ്, tan 30. ഓക്കെ, tan 30 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, BC ഡിവൈഡ് ബൈ CD. അതിന് പകരം ഞാൻ എന്തായിരുന്നു, H ഡിവൈഡഡ് ബൈ X എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം tan 30യുടെ വാല്യൂ എത്രയാണ്, 1 ഡിവൈഡഡ് ബൈ √3 ഈസ് ഈക്വൽ ടു H ബൈ X എന്ന് എഴുതാം. വിച്ച് മീൻസ് ഇതിൽ നിന്നും എനിക്ക് X ഈസ് ഈക്വൽ ടു √3H എന്നുള്ള ഒരു റിസൾട്ട് ആണ് കിട്ടിയത്. ഓക്കെ, ഇനി ഞാൻ ആരെ കൺസിഡർ ചെയ്യുന്നു, രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പേരെന്താണ്, ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ACD. ഓക്കെ, ACD ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിനെയും ഞാൻ എടുക്കാൻ പോകുന്നത് എന്ത് തന്നെയാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് ഉൾപ്പെടുന്നത് ഈ H ആണ്. അപ്പൊ ഞാൻ ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ടോട്ടൽ സൈഡ് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോഴത്തേക്കും ആരാണ് എടുക്കേണ്ടത്, AC എടുക്കണം. ACയുടെ ലെങ്ത് എനിക്ക് ടോട്ടൽ 6 + H എന്ന് പറയാൻ കഴിയും ആണല്ലോ. അതേപോലെ ഈ ഒരു സൈഡ് X എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ അഡ്ജസന്റ് സൈഡ് ആൻഡ് ദിസ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ നമ്മൾ tan തന്നെയാണ് എടുക്കേണ്ടത്. ഏതാണ് നമ്മുടെ തീറ്റ വാല്യൂ, 45. സോ tan 45 ഡിഗ്രി ഓക്കെ ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടുന്നത്, AC ഡിവൈഡഡ് ബൈ CD വിച്ച് ഈസ് ഈക്വൽ ടു 6 + H ഡിവൈഡഡ് ബൈ X എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ tan 45ന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. 1 ഈസ് ഈക്വൽ ടു 6 + H ഡിവൈഡഡ് ബൈ X എന്ന് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടി, X ഈസ് ഈക്വൽ ടു 6 + H എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷനെ എന്താണ്, ഒന്നുകിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണ്, Hന്റെ മാത്രം ടേംസിലേക്ക് ഒരു ഇക്വേഷൻ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ ടവർ ആയതുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്ത് നമുക്ക് ആ ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ഇവിടെ എന്താണ്, Xന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു, which is equation number 1, that is √3H. Okay, അപ്പോൾ ഇവിടെ നോക്കിക്കേ, √3H is equal to 6 + H എന്നാണ് വരുന്നത് ആണല്ലോ. ഇനി ഇതിലെ Hന്റെ ടേംസിനെ എല്ലാം ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് കിട്ടുന്ന √3H - H is equal to 6. ഓക്കെ, ഇതിൽ നിന്നും Hനെ കോമൺ എടുക്കുന്നു, H into √3 - 1 okay is equal to what, is equal to 6. Okay,
ഇനി ഞാൻ ചെയ്യുമ്പോഴത്തേക്കും h is equal to 6 divided by √3 minus 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് √3യുടെ വാല്യൂ 1.73 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനെന്ന്. ഓക്കെ, അപ്പൊ എനിക്കിത് ഇങ്ങനെ കിടക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഈ ഡിനോമിനേറ്ററിൽ നിന്നും റൂട്ടിന്റെ വാല്യൂസിനെ എന്താണ് മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് √3 + 1 divided by √3 + 1. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ വാല്യൂവിന് മാറ്റവും സംഭവിക്കില്ല, കാരണം ഇതിന്റെ അർത്ഥം എന്താണ്, 1 എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാം, ഇത് നോക്കാം. 6 into √3 + 1 എന്നാണ് നമുക്ക് മുകളിൽ കിട്ടുന്നത്, ഡിവൈഡഡ് ബൈ ഇത് നോക്കിക്കേ, a - b into a + b which is equal to a² - b². √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, അപ്പൊ 3 - 1 എന്ന രീതിയിൽ കിട്ടും. ഓക്കെ, which is equal to 3 - 1 എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്ക് കിട്ടുന്നത്, ആരാണ്, is equal to 2 ആണ് കിട്ടുന്നത്. സോ 2ഉം ഇവിടുത്തെ 6 കൊണ്ട് വെട്ടി പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 എന്ന് കിട്ടും. സോ 3 into പിന്നെ എന്താണ് കിട്ടുന്നത്, √3യുടെ വാല്യൂ എത്രയാണ്, 1.73. സോ 1.73 + 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്നത് 3 into 1.73 + 1 which is equal to 2.73 which is equal to 8.19 ആണ് നമുക്ക് ഹൈറ്റ് ഓഫ് ദി ടവർ ആയിട്ട് കിട്ടുന്നത്. സോ ദ ഹൈറ്റ് ഓഫ് ദി ടവർ ഈസ് ഈക്വൽ ടു 8.19 മീറ്റർ. ഓക്കെ, സോ സ്റ്റുഡൻസ്, നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. അതിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് അടുത്ത പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The value of tan 1 degree, tan 2 degree, tan 3 degree into etc. tan 89 degree is dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ആൻസർ 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുന്ന രീതി, അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഓർഡറിലാണ്. tan 1 degree into tan 2 degree into tan 3 degree into etc. into tan 89 degree. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ച കുട്ടികൾക്ക് അറിയാം, നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യണം. അതിനു മുന്നേ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ എഴുതുന്ന രീതി ശ്രദ്ധിക്കാം. ഇതാണ്ട് tan 1 degree. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആരാണ്, tan 2 degree. ഓക്കെ, എക്സെട്ര. ഈ 3 ഡിഗ്രി ഒന്നും എഴുതുന്നില്ല, എക്സെട്ര. നമ്മൾ എവിടം വെച്ചാട്ടാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഞാൻ ഇനി എഴുതുന്നത് ശ്രദ്ധിക്കുക. എക്സെട്ര ഇൻറ്റു tan 44 degree ഇൻറ്റു tan 45 degree. ഓക്കെ, tan 45 degree ഇൻറ്റു tan 46 degree. ഓക്കെ, tan 46 degree ഇൻറ്റു എക്സെട്ര ഇൻറ്റു tan 89 degree. ഈ രീതിയിലേക്ക് ഇതിനെ മാറ്റി എഴുതി. ഓക്കെ, ഇതിൽ വല്ല വ്യത്യാസമുണ്ടോ? tan 1 degree ഇൻറ്റു tan 2 degree ഇൻറ്റു 3 degree ഇൻറ്റു എക്സെട്ര ഇൻറ്റു tan 89. ഇതിന്റെ ഓർഡർ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ഇടയിലുള്ള ചില നമ്പേഴ്സിനെ ചില ടേംസിനെ ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അത് മാത്രമേ ഒരു വ്യത്യാസം സംഭവിച്ചുള്ളൂ. tan 1 degree ഇൻറ്റു tan 2 degree ഇൻറ്റു എക്സെട്ര ഇൻറ്റു ഇതിന്റെ ഇടയിൽ ആരൊക്കെ വരും, tan 44 degree ഇൻറ്റു tan 45 degree ഇൻറ്റു tan 46 degree ഇൻറ്റു എക്സെട്ര ഇൻറ്റു tan 89 degree. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഓർഡർ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിനെ അറേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. അതാണ് ഇങ്ങനെയാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് tan 1 degree into tan 2 degree into etc. into tan 44 degree into tan 44 degree into tan 45 degree into ഇനി ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ആരാണ്, tan 46 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഞാൻ ഇതിനെ എഴുതാൻ പോകുന്നു tan ഈ 46ന് പകരം ഞാൻ എഴുതാൻ പോകുന്നത് എങ്ങനെയാണ് നോക്കാം. 89 tan 46ന് പകരം എഴുതാൻ പോകുന്നത് എങ്ങനെയാണ്, 90 - 44 അല്ലെ. 46 എന്ന് പറഞ്ഞാലാണ് 90ൽ നിന്ന് 44 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 46 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എഴുതി എങ്ങനെ, tan 90 - 44. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് ആരായിരിക്കും വരുന്നത്, tan 90 - 43. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നമുക്ക് tan 43 ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ tan 90 - 43 എക്സെട്ര ഇൻറ്റു ഇനി എഴുതാൻ ശ്രദ്ധിക്കുക. ഈ tan 89 ഞാൻ മാറ്റി എഴുതുന്നു. എങ്ങനെയാണ് എഴുതുന്നത്, tan 90 - 1 degree. ഓക്കെ, അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റ് ശ്രദ്ധിക്കുക. എന്താണ്, 90 - 44 tan ഇൻറ്റു tan 90 - 43 tan 90 - 1 എക്സെട്ര tan 90 - 1. ഈ രീതിയിലേക്ക് ഇതിനെ മാറ്റി എഴുതി. എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, ഇല്ല. ഓക്കെ, നമ്മൾ ആകെ എന്ത് ചെയ്തു, ഒരു അറേഞ്ച്മെന്റ് മാറ്റി ആദ്യം. അതിനുശേഷം ഈ ആംഗിളിന് 46ന് ഞാൻ എന്തെന്ന് എഴുതി, 90 - 44 എന്ന് എഴുതി. ആ ഒരു വ്യത്യാസം മാത്രമേ സംഭവിച്ചുള്ളൂ. അങ്ങനെ ഇതിന് ശേഷമുള്ള, ദാറ്റ് ഈസ് tan 45ന് ശേഷമുള്ള ബാക്കിയുള്ള ടേംസിനെല്ലാം 90 - θ എന്ന് വരത്തക്ക രീതിയിലേക്ക് ആംഗിളിനെ കൺവേർട്ട് ചെയ്തു. ഇനി നമുക്കറിയാവുന്ന കാര്യം,
tan 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ tan 45ന് ശേഷം അങ്ങോട്ട് വരുന്ന ടേംസ് എല്ലാം എന്തായിരിക്കും? നമുക്ക് എന്തിലേക്ക് മാറ്റി എഴുതാം? കോട്ട് തീറ്റ എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതാൻ കഴിയും ആണല്ലോ. അപ്പൊ ഇതാ ഇവിടെ നോക്കുക, tan 1 ഡിഗ്രി, പിന്നെ ആരാണ്? tan 2 ഡിഗ്രി, ഓക്കെ, എക്സെട്ര tan 44 ഡിഗ്രി, ഓക്കെ, tan 45 ഡിഗ്രി ഇൻറ്റു പിന്നെ ആരാണ്? ഇവിടെ നോക്കുക, tan 90 minus 44, that is tan 90 minus theta, which is equal to what? Cot theta, that is cot 44 into cot 43 into etc into cot. ഇവിടെ നോക്കിക്കേ, tan 90 minus 1, that is tan 90 minus theta is equal to cot theta ആണെങ്കിൽ tan 90 minus 1 is equal to cot 1 degree ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ടാനിന്റെ റെസിപ്രോക്കൽ ആരാണ്? കോട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ tan 1 ഡിഗ്രി ഇൻറ്റു കോട്ട് 1 ഡിഗ്രി നമുക്ക് എത്രയായിട്ട് കിട്ടും? ഈസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുന്നത് ആണല്ലോ. ഇൻറ്റു ഇനി നോക്കിയേ, tan 2 ഡിഗ്രി ഉണ്ട്, ഇതിന് മുന്നിൽ ആര് കാണും? കോട്ട് 2 ഡിഗ്രി കാണും ആണല്ലോ. അപ്പൊ അത് പരസ്പരം റെസിപ്രോക്കൽ ആണ്, നമുക്ക് എന്താണ്? 1 ആണ് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് ഇൻറ്റു എക്സെട്ര എവിടെ വന്ന് അവസാനിക്കും? tan 45ൽ വന്ന് അവസാനിക്കും. tan 45ന്റെ വാല്യൂ എത്രയാണ്? ഈസ് ഓൾസോ 1 itself. സോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, 1 into 1 into 1 into എക്സെട്ര into 1 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം വളരെ സിമ്പിൾ ആണ്, പക്ഷെ അവർ ചെയ്യുന്ന ഐഡിയ നല്ല ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാ നോക്കുക, ഇഫ് sin a plus sin square a is equal to 1, then find the value of cos square a plus cos raised to 4a. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, നമുക്ക് മറ്റൊരു ട്രിഗണോമെട്രിക് എക്സ്പ്രഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തന്നിട്ടുള്ള ആളിനെ കൺസിഡർ ചെയ്യുക, ദാറ്റ് ഈസ് sin a plus sin square a is equal to 1. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? സൈൻ എ അതേപോലെ കൊടുക്കുക. ഈ ഒരു സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്ന LHS കിടക്കുന്ന ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? RHS കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ കിട്ടും? 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് കിട്ടും. ഈ 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്ന എന്തിന്റെ വാല്യൂ ആണ്? We know that sin square a plus cos square a is equal to 1. അങ്ങനെയാണെങ്കിൽ 1 minus sin square a will be equal to what? Cos square a. Okay, so then okay, sin a is equal to നമുക്ക് എന്തെന്ന് കിട്ടി? cos square a എന്നാണ് ഒരു വാല്യൂ കിട്ടിയത്. ദാ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ ഈ ഒരു എക്സ്പ്രഷന്റെ ഒരു ടേം ആണ് ആരെന്ന് പറഞ്ഞാൽ ഈ cos square a എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ cos square a ക്ക് പകരം എനിക്ക് ഏത് വാല്യൂ കൊടുക്കാൻ പറ്റും? സൈൻ എ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതിന് ശേഷമുള്ളത് ആരാണ്? കോസ് റേസ് ടു 4a. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ എയുടെ ആരാണ്? സ്ക്വയർ ആണ് ആരെന്ന് പറയുന്നത്? കോസ് റേസ് ടു 4a എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? സൈൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു കോസ് റേസ് ടു 4a എന്നാണ് കിട്ടുന്നത്. രണ്ട് റിസൾട്ട് കിട്ടി. ഇനി നമ്മുടെ രണ്ടാമത്തെ എക്സ്പ്രഷനിലേക്ക് നോക്കുക. കോസ് സ്ക്വയർ എ plus cos raised to 4a is equal to cos square a യുടെ വാല്യൂ എന്താണ് കിട്ടിയത്? sin a. ഓക്കെ, sin a plus cos raised to 4a യുടെ വാല്യൂ എന്താണ് കിട്ടിയത്? sin square a എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ എങ്ങനെ കിട്ടി? cos square a plus cos raised to 4a is equal to sin a plus sin square a. sin a plus sin square a is equal to എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? is equal to 1 എന്നാണ് തന്നിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ എന്താണ് കിട്ടിയത്? cos square a plus cos raised to 4a is equal to 1 itself. Okay. സോ സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഓർ പാർട്ട് ആയിട്ടാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഞാൻ രണ്ടും ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. പ്രൂവ് ദാറ്റ് 1 plus cot square alpha divided by 1 plus cosec alpha is equal to cosec alpha. ഓക്കെ, അപ്പോ ഇതിന് ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യും? ആദ്യം LHS മാത്രം കൺസിഡർ ചെയ്യും. ദാറ്റ് ഈസ് 1 plus what? cot square alpha divided by 1 plus cosec alpha. ഓക്കെ, ഇത്രയും ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഒരു കോട്ട് സ്ക്വയർ ആൽഫ ഉണ്ടല്ലോ, കോട്ട് സ്ക്വയർ ആൽഫയ്ക്ക് പകരം ഞാൻ ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ് ഉപയോഗിക്കുന്നത്. വി നോ ദാറ്റ് കോട്ട് സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു വാട്ട്? cosec square alpha minus 1 ആണല്ലോ. അപ്പൊ ആ ഒരു വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ 1 plus cot square alpha ക്ക് പകരം ആരാണ് കൊടുക്കുന്നത്? cosec square alpha minus 1 divided by 1 plus cosec alpha. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈസ് ഈക്വൽ ടു 1 പ്ലസ്, അത് അതേപോലെ നിൽക്കട്ടെ. നോക്കിക്കേ, ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ എടുക്കുന്ന രീതി ശ്രദ്ധിക്കുക. cosec square alpha minus 1 square
ഓക്കെ, ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിൽ ഇതിനെ കൺസിഡർ ചെയ്താൽ ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ ഒരു രീതിയിലേക്ക് ഞാൻ ഈ ഒരു എക്സ്പ്രഷനെ മാത്രം മാറ്റി എഴുതാൻ പോകുന്നു. ദാറ്റ് ഈസ് cosec സ്ക്വയർ ആൽഫ മൈനസ് 1. ഓക്കെ, cosec സ്ക്വയർ ആൽഫ മൈനസ് 1 സ്ക്വയർ അതിനെ ഞാൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള രീതിയിൽ മാറ്റുമ്പോഴത്തേക്കും കിട്ടുന്ന എങ്ങനെയാണ്? cosec ആൽഫ പ്ലസ് 1 ഇൻറ്റു cosec alpha minus 1. Okay, cosec alpha minus 1 the whole divided by 1 plus cosec alpha എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ cosec alpha plus 1 ഉണ്ട്, ഇവിടെ 1 plus cosec alpha ഉണ്ട്. രണ്ടും എന്താണ്? സെയിം ആയിട്ടുള്ള ടേംസ് ആണ്. അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്നത് ആരാണ്? 1 plus cosec alpha ഓക്കെ മൈനസ് 1. അപ്പോൾ ഇവിടെ നോക്കിക്കേ 1 minus 1 which is equal to 0. പിന്നെ ലെഫ്റ്റ് ചെയ്യുന്നത് ആര് മാത്രമാണ്? is cosec alpha. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടി 1 plus cot square alpha divided by 1 plus cosec alpha is equal to cosec alpha which is equal to the LHS of the given equation. Okay, next ആയിട്ട് or question ശ്രദ്ധിക്കാം. നമുക്ക് തന്നിട്ടുള്ള ഇങ്ങനെയാണ് tan raised to 4 theta plus tan square theta is equal to sec raised to 4 theta minus sec square theta എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഈ LHS നെ മാത്രം കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ. നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? tan raised to 4 theta plus tan square theta ഓക്കെ is equal to. ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്ന രീതി ശ്രദ്ധിക്കാം. ഈ രണ്ട് ടേംസിലും കോമൺ ആയിട്ട് ആരുണ്ട്? tan square theta ഉണ്ട്. അതിനെ ഇങ്ങനെ പുറത്തെടുക്കുക. ഓക്കെ, tan square theta പുറത്തെടുത്താൽ tan raised to 4 theta യിൽ നിന്നും tan square theta പുറത്തെടുത്താൽ പിന്നെ ആര് മാത്രമേ ഉള്ളൂ അവിടെ? tan square theta. ഓക്കെ, പ്ലസ് tan square theta യിൽ നിന്നും tan square theta പുറത്തെടുത്താൽ പിന്നെ ഇവിടെ ആര് മാത്രമാണ് ലെഫ്റ്റ് ചെയ്യുന്നത്? 1. ഓക്കെ, tan square theta plus 1 എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് is equal to. ഇനി ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് വി നോ ദാറ്റ് 1 plus tan square theta is equal to sec square theta. ഇവിടെ നോക്കിക്കേ, tan square theta plus 1 plus tan square theta is equal to sec square theta ആണെങ്കിൽ ഇതിന് പകരം എനിക്ക് ആരെ കൊടുക്കാം? sec square theta കൊടുക്കാൻ പറ്റും ആണല്ലോ. sec square theta ഇതിന് പകരം കൊടുത്തു. ഇതേ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അനുസരിച്ച് തന്നെ നമുക്ക് ഈ tan square theta പകരം എന്ത് കൊടുക്കാൻ പറ്റും? ഇതാ നോക്കിക്കേ, നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? 1 plus tan square theta is equal to sec square theta എന്നാണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി. ഇതനുസരിച്ച് ഇതിൽ നിന്നും tan square theta മാത്രമാക്കി എടുക്കണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതണം? sec square theta minus 1 എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഓക്കെ, ഇനി ഇതാ ഇവിടെ നോക്കിക്കേ, ഈ tan square theta പകരം sec square theta minus 1 കിട്ടി. ഇവിടുത്തെ tan square theta plus 1 പകരം വെറും sec square theta കിട്ടി. ഇതിന് രണ്ടിനും നമ്മൾ യൂസ് ചെയ്തത് ഒരേ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്. ദാറ്റ് ഈസ് tan square theta is equal to tan square theta plus 1 is equal to sec square theta. ഓക്കെ, ഇനി ഇതിനെ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sec square theta into sec square theta is equal to sec raised to 4 theta minus 1 into sec square theta is equal to sec square theta. Okay, so ഇവിടെ നോക്കിക്കേ, tan raised to 4 theta plus tan square theta എന്ന് പറയുന്നത് എന്തെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത്? sec raised to 4 theta minus sec square theta. നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ tan raised to 4 theta plus tan square theta is equal to sec raised to 4 theta minus sec square theta. That is നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇക്വേഷന്റെ LHS തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് RHS തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് LHS is equal to RHS. Okay. സോ സ്റ്റുഡൻസ്, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന അതേ മോഡലാണ്. ആകെ ഒരു വ്യത്യാസം, അവിടെ നമുക്ക് √3 ആണ് ഇവിടെ തന്നിരുന്നത്, ഇവിടെ അതിന് പകരം √2 ആണ് തന്നിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ചെയ്തു പോകേണ്ടത്. ഇതും കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ നോക്കിക്കേ, ഞാൻ ഇതിനെ എഴുതുന്നു sin θ പ്ലസ് cos θ ഈസ് ഈക്വൽ ടു √2 എന്ന് പറഞ്ഞ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ ചെയ്തത് എന്താണ്? രണ്ട് സൈഡിനെയും സ്ക്വയർ ചെയ്യുന്നു. സോ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് വാട്ട്? sin θ plus cos θ the whole square is equal to √2 the whole square. ഇനി ഇതിനെ നമ്മൾ a plus b the whole square എക്സ്പാൻഷൻ ഉപയോഗിച്ച് ചെയ്യുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോ sin square θ plus cos square θ plus 2 sin θ cos θ എന്താണെന്ന് മനസ്സിലായല്ലോ? a plus b the whole square ഫോമിന് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു വാട്ട്? നമുക്ക് √2 ന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ്
കിട്ടുന്നത്. സോ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി റിസൾട്ട് ഈസ് 1. ഓക്കെ, പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഓക്കെ ഈസ് ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എങ്ങനെ കിട്ടും? 2 സൈൻ തീറ്റ കോസ് തീറ്റ, 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? ഈസ് ഈക്വൽ ടു 1/2 എന്നാണ് ഇവിടെ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട ട്രിഗണോമെട്രി എക്സ്പ്രഷൻ എഴുതുന്നു. ദാറ്റ് ഈസ് ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ എഴുതുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ചെയ്ത രീതി എങ്ങനെയാണ്? ടാൻ തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്നും കോട്ട് തീറ്റയ്ക്ക് പകരം കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ രണ്ട് ഫ്രാക്ഷൻസിന് എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് വി ഗെറ്റ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ sin theta cos theta. Okay, sin theta cos theta which is equal to 1 divided by sin theta cos theta എന്നാണ് നമുക്ക് കിട്ടുന്നത്. sin theta cos theta യുടെ വാല്യൂ നമുക്ക് 1/2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് 1 divided by 1/2 എന്നാണ് കിട്ടുന്നത് which is equal to cross multiply ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് സെറ്റിൽ √3 എന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന് പകരം ഇപ്പൊ ഇവിടെ √2 വന്നിരിക്കുന്നു. അതിൽ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സ്റ്റുഡൻസ്, നമ്മുടെ സെക്കൻഡ് സെറ്റിലെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെറ്റിൽ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഫിഗർ, ഓക്കെ, ആ തന്നിട്ടുള്ള സിറ്റുവേഷന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കറക്റ്റ് ആയിട്ട് വരയ്ക്കുന്നതിന് നിങ്ങൾക്ക് 1 മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് എന്തിരിക്കുന്നു? ഒരു ടവർ ഇരിക്കുന്നു. ഓക്കെ എന്നാണ് പറയുന്നത്. ആ ടവറിന്റെ ടോപ്പും ബോട്ടവും ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റുമായിട്ട് നമ്മൾ എടുക്കുന്ന ആംഗിൾ ഓഫ് ഇലവേഷൻസ് ആണ് 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 20 മീറ്റർ ഉയരമുള്ള ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് നിൽക്കുന്ന ഈ ടവറിന്റെ ഹൈറ്റ് എത്രയാണ് എന്നാണ് നമ്മൾ ചോദിച്ചത്. ഇതിന്റെ ഒരു റിവേഴ്സ് സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതായത് നമുക്കൊരു ഫ്ലാഗ് സ്റ്റാഫ് തന്നിട്ടായിരുന്നു, ഒരു ടവറിന്റെ മുകളിലായിട്ട് ഫ്ലാഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ളത്. അപ്പം സെയിം അതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഓക്കെ, ഫിഗർ കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു ഇതനുസരിച്ച് ഞാൻ ഇവിടെ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. ഈ ഒരു ഡയഗ്രാം നമ്മൾ ശ്രദ്ധിച്ചാൽ ഓക്കെ, ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ എഴുതാൻ പോവുകയാണ്. ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ BCD. ഓക്കെ, ചെറുതാണ് ആദ്യം എടുക്കുന്നത്. BCDയിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഈ ഒരു സൈഡിന്റെ ആവശ്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഈ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസും കോമൺ ആയിട്ടുള്ള സൈഡാണ് ആരെന്ന് പറയുന്നത്? CD എന്ന് പറയുന്ന സൈഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു സൈഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഉള്ള സൈഡ് എന്ന് പറയുന്നത് ഈ 45 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് അതിന്റെ എന്താണ് ഓപ്പോസിറ്റ് സൈഡും നമുക്ക് കണ്ടുപിടിക്കേണ്ടതായി ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് അതിന്റെ അഡ്ജസന്റ് സൈഡുമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസന്റ് സൈഡ് റേഷ്യോ ആയിട്ട് വരുന്ന ബേസിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആരാണ്? ടാൻ ആണ്. സോ നമുക്ക് ഇവിടെ ആരെ എടുക്കാം? ടാൻ 45 ആണ് എടുക്കുന്നത്. ഓക്കെ, ടാൻ 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? BC ഡിവൈഡ് ബൈ CD. ഓക്കെ, അവിടെ ഞാൻ ഈ CDക്ക് പകരം X എന്ന് കൊടുത്തിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുക, അല്ലെ CD എന്ന് കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. സോ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ദാറ്റ് ഈസ് BC ഡിവൈഡഡ് ബൈ CD which is equal to 20 divided by X. ടാൻ 45 ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ 1 ഈസ് ഈക്വൽ ടു 20 ബൈ X എന്ന് കിട്ടും which is equal to X is equal to 20 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇവിടുത്തെ ഒരു വാല്യൂ നമുക്ക് എത്ര കിട്ടി? 20 മീറ്റർ എന്നാണ് കിട്ടിയത്. സോ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരേ സമയം റൈറ്റ് ആംഗിളുമാണ്, അതേപോലെ ഐസോസിലസുമാണ്. ഓക്കെ, അത് ആ കൺസെപ്റ്റ് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ആരെ കൺസിഡർ ചെയ്യണം? രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുന്നു. ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ACD. ഓക്കെ, ACD കൺസിഡർ ചെയ്യുമ്പോൾ ഇതേപോലെ അവിടെ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആണ്. ഈ 60 ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടവറിന്റെ ഹൈറ്റ് ഉൾപ്പെടുന്ന ആ ഒരു സൈഡ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച, അതായത് ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സഹായത്തോടെ കണ്ടുപിടിച്ച സൈഡ് എന്ന് പറയുന്നത് അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് അഡ്ജസന്റ് സൈഡിന്റെ റേഷ്യോ എടുക്കുന്ന ബേസിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടാൻ തന്നെയാണ്. സോ നമ്മൾ എന്തെടുക്കുന്നു? ടാൻ ആണ് എടുക്കുന്നത്. ടാൻ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു വാട്ട്? AC ഡിവൈഡഡ് ബൈ CD എന്നാണ് കിട്ടുന്നത്. ഈ AC എന്ന് പറയുന്നത് ഈ 20 മീറ്റർ ഈ H എന്ന് പറഞ്ഞ ഹൈറ്റും കൂടെ ചേരുന്നതാണ്. സോ 20 പ്ലസ് H ഡിവൈഡഡ് ബൈ 20 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ 60 ഡിഗ്രി ടാൻ 60യുടെ വാല്യൂ എത്രയാണ്? √3 ആണ് വരുന്നത് which is equal to നമുക്ക് എങ്ങനെ കിട്ടും?
20 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ 20√3 ഈസ് ഈക്വൽ ടു 20 പ്ലസ് എച്ച് എന്ന് കിട്ടും. എച്ചിനെ മാത്രമായിട്ട് എടുക്കുമ്പോഴത്തേക്കും 20√3 മൈനസ് 20 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇതിൽ രണ്ടില് 20 കോമൺ ആയിട്ട് ഉണ്ടായിട്ട് 20 നമ്മൾ കോമൺ എടുത്താൽ 20 ഇൻറ്റു √3 മൈനസ് 1 മീറ്റർ എന്നാണ് കിട്ടുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത ഒരു ഫ്ലാഗ് സ്റ്റാഫിന്റെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു യൂസ് √3 ഈസ് ഈക്വൽ ടു 1.73. അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിരുന്നാൽ മാത്രം നിങ്ങൾ ഈ √3ക്ക് പകരം എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഒരു ഡെസിമൽ രീതിയിൽ ആ ഒരു ഉത്തരത്തിനെ അറേഞ്ച് ചെയ്യുക. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ √3 അതേപോലെ കൊടുത്താൽ മതി. കാരണം ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷൻ പോലെ ആൻസർ വന്നിട്ട് അതിന്റെ ഡിനോമിനേറ്ററിലായിരുന്നു എന്ത് വരുന്നത്, റൂട്ടിന്റെ വാല്യൂ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 1.73 യൂസ് ചെയ്യാൻ അവർ ക്വസ്റ്റ്യനിൽ ആദ്യമേ നമ്മൾക്ക് പറഞ്ഞത്. ഇപ്പൊ ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. സോ 20 × √3 - 1. ഓക്കെ.